അങ്ങ് ഇപ്പോഴും സർവീസിലുണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെയാ ഇത്? വർഷങ്ങളായി കേന്ദ്ര സർക്കാരിന്റെ 60 വയസ്സാണ് വർഷങ്ങളായി ഉയർത്തുന്ന ഒരു ഡിമാൻഡാണ് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇപ്പോ ഈ കാലത്ത് പറയുമ്പോൾ ഉയർത്തി ഏകീകരിക്കണമെന്നുള്ള. 56 ഇറങ്ങണം ഇപ്പൊ അല്ലേ? 56 ഇറങ്ങണം. 2013 തൊട്ട് സർവീസിലുള്ളവര് 60 വയസ്സാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും 62, ആന്ധ്ര 62, തെലങ്കാന 61, 60 വയസ്സ് മുകളിലാണ്. അപ്പൊ ഇത് യുവജനങ്ങൾ ഇതിനെ എതിർക്കുന്നു. അവർക്ക് ഉള്ള അവസരം അവർക്ക് ആശങ്കയുണ്ട്. നിഷേധിക്കാതെ ഇത് രമ്യമായി പരിഗണം. വലിയൊരു ജനകീയ നിങ്ങൾ റിട്ടയർ ചെയ്തില്ലെങ്കിൽ അവിടെ പോസ്റ്റ് അല്ല, അത് ഒരു ജനകീയ അടിത്തറയുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ആ സർക്കാരിന് മുമ്പിൽ ഇതെല്ലാം പരിഗണനയ്ക്ക് വരുമ്പോൾ വളരെ നല്ലൊരു പാക്കേജ് അതിലുണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇപ്പോൾ PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ഗവൺമെന്റ്. അത് 40 വയസ്സ് 43, 45 വരെ എത്തിയിരിക്കുന്നു. അപ്പൊ അത് വ്യക്തമായ ഒരു ഉദ്ദേശമായി ഗവൺമെന്റ് ഉണ്ടായിരുന്നിരിക്കണം. ഇത് രാജ്യത്ത് പെൻഷൻ പ്രായം എന്തിനു വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ ഇതൊരു റോൾ മോഡലായി എക്സിക്യൂട്ടീവിനെ നിർത്തണം. അവർക്ക് നിർവചിക്കപ്പെട്ട രീതിയിലുള്ള ശമ്പളവും ആനുകൂല്യങ്ങളും കൊടുക്കണം. ഇപ്പൊ IAS ഉദ്യോഗസ്ഥർ ഇപ്പൊ പൊതുവെ സമൂഹത്തിൽ പറയും, അവരെ ഒരു മത്സര പരീക്ഷ എഴുതി 100-200 പേര് ഒരു വർഷം തിരഞ്ഞെടുക്കപ്പെട്ട് വരുന്നവരാണ്. ഇവിടെയും അങ്ങനെ മത്സര പരീക്ഷ എഴുതി ഒരു കാറ്റഗറിയിൽ അല്ലെങ്കിൽ പെടുത്തി അവർ വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കാനും അവരെ മാറ്റി നിർത്താനും അവരിലേക്ക് എത്തിക്കാനാണ്, മറ്റുള്ളവരെ എത്തിക്കാനാണ് ഗവൺമെന്റ് നോക്കുന്നത്. താഴോട്ട് വിട്ടു ഇവർക്ക് ശമ്പളം കൊടുക്കുന്നു, വെറുതെ കൊടുക്കുന്നു, ആ ഒരു നറേറ്റീവ് അല്ല. എല്ലാവരെയും അപ്ലിഫ്റ്റ് ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഈ ധവളപത്രത്തിലേക്ക് ഇതിനെ കുറിച്ച് പരാമർശമൊക്കെ വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇതിൽ വിസ്മയം ഉണ്ടാകും എന്നുള്ളതാണ്. ചോദിക്കട്ടെ, ഈ പുതിയ സർക്കാർ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കണമെന്നാണ് ചെറ്റോ പറയുന്നത്? ഈ സർക്കാർ യുവജനങ്ങളെയും അവരുടെ തൊഴിലവസരങ്ങൾ ഇപ്പോ 10-20 അവരെയും കൂടെ ചേർത്ത് പിടിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. വർഷം തോറും 10,000-20,000 ഒഴിവ് വരുന്നത് കൊണ്ട് മാത്രം ഈ വലിയ ഒരു തൊഴിൽ ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. അതിന് സർക്കാർ മറ്റു മാർഗങ്ങൾ അവലംബിക്കണം. അപ്പൊ അതിനുള്ള പദ്ധതികളും നയപരിപാടികളും സർക്കാർ ഉണ്ടാകും. ഞങ്ങൾ അത് ഉറച്ചു വിശ്വസിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.